ഹലോ ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഞ്ജുവാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നല്ല പനിയും ഒച്ചയടപ്പും ഒക്കെ ആയതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. എങ്ങോട്ടാണ് ഈ യാത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളുടെ ഭവനം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ളൊരു യാത്രയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഉണ്ട് കേട്ടോ. ആരുടെ വീടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീമയുടെ വീടാണ്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ സ്വന്തമായിട്ട് ഒരു വീട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡത്തോടു കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരിടം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അത് കുറേ കാലത്തെ അധ്വാനത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും അതുപോലെ ക്ഷമയുടെ ഒക്കെ ഫലമായിട്ടാണ് ഓരോരുത്തർക്കും അവരവരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ഒരേ വൈബുള്ള എല്ലാ ആൾക്കാരും ഒരുമിച്ച് അങ്ങനെ എപ്പോഴും കൂടാറില്ലല്ലോ. ആ കൂടുന്ന സമയമാണ് ഏറ്റവും കോമഡി. ഇവനാണ് ഇവിടുത്തെ താരം, നമ്മുടെ ഉണ്ണിക്കുട്ടൻ. എന്തായാലും ഒരു മാസ്ക് ഒക്കെ വെച്ച് നമ്മളെല്ലാവരും പേടിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നെത്തിയിരിക്കുകയാണ്. പക്ഷേ കറക്റ്റായിട്ട് നടക്കുന്നില്ല. എൻ്റെ ബാക്കിൽ ഒരു ചേട്ടൻ മാമ്പഴം മാമ്പഴം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനിടയിൽ കേൾക്കാം കേട്ടോ. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശബ്ദം നിയന്ത്രിക്കുന്നതിനൊരു പരിമിതിയുണ്ടേ. അങ്ങനെ നമ്മുടെ നായികതെ കടന്നെത്തിയിരിക്കുകയാണ്. കുളിച്ച് സുന്ദരിയായി അങ്ങനെ വന്നെത്തിയിരിക്കുകയാണ്. സീമ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു ഐഡിയ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ അടുക്കി വെക്കാനുണ്ട്. നമ്മളും കൂടി ഹെൽപ്പിനും കൂടെ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് എവിടെയാണ് ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിഞ്ഞിട്ടാകാം നമ്മുടെ ആ ഒരു പരിപാടികളും ഒക്കെ എന്ന് സീമ പറഞ്ഞ് നമ്മളിതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാഴ്ചകളും കണ്ടതും വന്ന വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. നല്ല ചൂടും ഉണ്ടായിരുന്നു, അതിനോടൊപ്പം തന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ടേബിളിലേക്കെല്ലാം സെർവ് ചെയ്യുകയാണ്. ഒരുപാട് പണിക്കാരവിടെ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. മുറ്റത്തിൻ്റെ ജോലിയും കാർപോച്ചിൻ്റെ ജോലിയും എല്ലാം നടക്കുകയാണ്. അതിനിടയിൽ നമുക്കിതേ ഭക്ഷണവും ചായയും ഒക്കെ ഉള്ള റെഡിയാക്കുന്നുണ്ട്. ജാസ്മിൻ എപ്പോഴും ഒരു സാരിയൊക്കെ എടുത്തു കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ഫുള്ള് ആളായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവളും കഴിക്കാനിരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ എടുക്കുന്നത് നമ്മുടെ സ്വത്തുവാണ്. സ്വത്തു എന്ന് പറയുമ്പോഴത്തേക്കും സീമയുടെ മോളാണ്.